കാന്താര പ്രിവ്യൂ ഷോ കഴിഞ്ഞപ്പോൾ സിനിമയുടെ ആദ്യ പ്രതികരണങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. ആദ്യ പ്രതികരണങ്ങളിൽ ചിലത് നമ്മൾക്ക് കാണാം. അതിനകത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നു മികച്ച രീതിയിലുള്ള ആ ഒരു റിപ്പോർട്ടുകളാണ് സിനിമയ്ക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. കാന്താര കണ്ടിറങ്ങിയ അതായത് പലരും ഈ സിനിമയെക്കുറിച്ച് മികച്ച ഗൂസ് ബം മൂമെന്റ്സ് എന്നുള്ളത് തന്നെയാണ് പറയുന്നത്. പ്യുവർ ഗൂസ് ബംസ് എ സിനിമാറ്റിക് ബ്ലെൻഡ് ഓഫ് ഫോക്ലെയർ ഫെയ്ത്ത് ആൻഡ് റോ ഹ്യൂമൻ സ്പിരിറ്റ് എന്നുള്ള രീതിയിലാണ് മികച്ച രീതിയിലുള്ള കമൻസുകൾ വന്നുകൊണ്ടിരിക്കുന്നത്. കാന്താര ചാപ്റ്റർ 1 എത്തുമ്പോൾ ഒരു കാര്യം ഉറപ്പിക്കുകയാണ്. കാന്താരയാണ് നമ്മളെ കാന്താര ചാപ്റ്റർ 1ലേക്ക് എത്തിക്കുന്നത്. കാന്താരയുടെ പ്രീക്വൽ അതായത് മുൻഭാഗം എന്നാണ് പറയുന്നത്. അതായത് സാധാരണ സിനിമകൾ വരുമ്പോൾ ആദ്യ സിനിമ ഗംഭീരമാണെങ്കിൽ പിന്നീട് ഇറക്കുന്ന സിനിമകൾ അത്ര മികച്ചതാകാറില്ല. ഇവിടെ കാന്താര വ്യത്യസ്തമാവുകയാണ്. ഇവിടെ അതിൻ്റെ ഒരു കമൻ്റാണ് നമ്മൾ പറയുന്നത്. ഒരു മൈൻഡ് ബ്ലോയിങ് പ്രീക്വലായിട്ടാണ് ഋഷഭ് ഷെട്ടിയുടെ ഈ ഒരു സിനിമ. ഒരിക്കൽ കൂടി ഋഷഭ് ഷെട്ടി അത് തെളിയിച്ചിരിക്കുകയാണ്. മികച്ച ഒരു സ്റ്റോറി ടെല്ലറാണ്. വിഷ്വൽസും ഡിവൈനും അവറയും ഒക്കെ ഗംഭീരമായിട്ടിരിക്കുന്നു. ഇമോഷൻസും എപ്പിക് ക്ലൈമാക്സും എല്ലാം ഗൂസ്ബം മൂവ്മെൻറ്റ്സ് നൽകുന്നു എന്നുള്ളതാണ്. അതുതന്നെയാണ് നമുക്ക് ഏറ്റവും കൂടുതലായി നമുക്ക് അതിനകത്തിൽ നിന്നുള്ള റിവ്യൂ ആയിട്ടുള്ള ആളുകൾ പറയുന്നത്. നാളെ തിയേറ്ററുകളിലേക്ക് എത്തുമ്പോൾ യഥാർത്ഥമായിട്ടുള്ള റിവ്യൂവും കാര്യങ്ങളുമൊക്കെ അറിയാം. പക്ഷേ ഇന്ന് സോഷ്യൽ മീഡിയ ഭരിക്കുന്നത് ഇങ്ങനെ തന്നെയാണ്. ഏറെയും ആളുകൾ ഈ രീതിയിലാണ്. ചിലർ മോശം കമൻറ്റുകളും ഇടുന്നില്ല എന്നല്ല പറയുന്നത്. പക്ഷേ ഏറെ പങ്കും നമുക്ക് അങ്ങനെ തന്നെ കാണാൻ കഴിയുന്നു. ഇത് ഒരു മികച്ച മേക്കിംഗ് എന്നുള്ള ഹിന്ദി ആണെങ്കിലും തെലുങ്കാണേലും ഒക്കെ അങ്ങനെ. മലയാളിയെ സംബന്ധിച്ചിടത്തോളം നമുക്ക് അത് നമ്മുടെ സ്വന്തം സിനിമയാണ്. ഈ കാന്താര എന്ന ചിത്രം തന്നെ 5 വട്ടത്തോളം ഞാൻ കണ്ടിരുന്നു. അതെനിക്ക് ഭയങ്കരമായി അത്രത്തോളം ഇഷ്ടമായിരുന്നു. വീണ്ടും നമ്മൾ പലപ്പോഴായി ടി വിയിലും അല്ലെങ്കിൽ OTTയിലുമൊക്കെ അതിന് എണ്ണമില്ലാത്ത എത്രത്തോളം കാണുന്നു. പ്രത്യേകിച്ച് അതിലെ സോങ്ങുമൊക്കെ നമ്മളെ അത്രത്തോളം ഇഷ്ടപ്പെടുത്തുന്നതാണ്. ഈ ഒരു സിനിമ വീണ്ടും ബുക്ക് ചെയ്യാനുള്ള കാരണവും അത് തന്നെയാണ്. ഒരുപക്ഷെ ഒരു മലയാള സിനിമയേക്കാൾ ഏറെ കഴിഞ്ഞ ഏതാനും വർഷങ്ങളിൽ നമുക്കിഷ്ടപ്പെട്ട ഏറ്റവും മികച്ച ചിത്രമെന്ന് ചോദിച്ചാൽ അത് കാന്താര തന്നെയാണ്. അത് തന്നെയാണ് എടുത്തു പറയാനുള്ളത്. എനിക്ക് എൻ്റെ പേഴ്സണൽ വ്യൂവിൽ കാന്താരയാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കഴിഞ്ഞ കാലങ്ങളിൽ. കഴിഞ്ഞ ഒരു 10 വർഷത്തിൽ ഇറങ്ങിയ സിനിമകളിൽ രണ്ടാമത് റോഷാക്കാണ്, മൂന്നാമത് ലോക എന്ന ചിത്രമാണ്. ഇവിടെ നമുക്ക് അതിൻ്റെ മറ്റൊരു റിപ്പോർട്ടുകളിലേക്ക് കടന്നു വരാം. സീരിയസ് സബ്ജക്റ്റ് വിത്ത് ഫൺ എന്നുള്ളത് തന്നെയാണ് ഇതിനെക്കുറിച്ച് പറയുന്നത്. ട്രഡീഷണൽ ഇമോഷൻസ് ഗംഭീരമായിരിക്കുന്നു, ഡിവൈൻ ഫെയ്ത്ത് ഗംഭീരമായിരിക്കുന്നു, മിസ്റ്ററി ഞെട്ടിക്കുന്നു, അതേപോലെ തന്നെ മറ്റ് ചില കാര്യങ്ങളുണ്ട്, അതും മനോഹരമായിരിക്കുന്നു എന്ന് പറയുന്നു. ഫാൻറ്റാസ്റ്റിക് ഫിലിം തന്നെയാണ് എന്നാണ് കൂടുതലും അഭിപ്രായങ്ങൾ വരുന്നത്. അവസാന 10 മിനിറ്റ് ഞെട്ടിച്ചു എന്നുള്ള കാര്യങ്ങൾ. കഴിഞ്ഞ സിനിമയിൽ അവസാന 30 മിനിറ്റ് നമ്മളെ തീ പിടിച്ച് ഇരുത്തിയെങ്കിൽ ഇത് 10 മിനിറ്റാണ് എന്നുള്ള ഒരു കുറവ് മാത്രമാണ് എനിക്ക് തോന്നുന്നത്. എന്താണെങ്കിലും ഗംഭീരമായിട്ടുള്ള ഒരു അപ്ഡേറ്റാണ് സിനിമയ്ക്ക് വന്നിരിക്കുന്നത്. മണിക്കൂറിൽ ഇപ്പോൾ 30,000-ന് മുകളിലുള്ള ടിക്കറ്റുകൾ വിറ്റുപോയിക്കൊണ്ടിരിക്കുകയാണ്. എന്താണെങ്കിലും ഹെവി ഗുഡ് പോസിറ്റീവ് റെസ്പോൺസ് തന്നെയാണ് പ്രീമിയർ ഷോയിലൂടെ ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. എന്താണെങ്കിലും ടോപ്പ് നോച്ച് VFX, അമേസിംഗ് വിഷ്വൽസ്, ഗ്രിപ്പിംഗ് സ്ക്രീൻ പ്ലേ, ഇൻ്റർവെൽ ആൻഡ് ആക്ഷൻ ബ്ലോക്ക് എന്ന് തകർക്കുന്നു, വെട്ടിപ്പൊട്ടുന്നു എന്നുള്ള ലെവലിൽ തന്നെയുള്ള അഭിപ്രായങ്ങൾ തന്നെയാണ് വന്നിരിക്കുന്നത്. എന്താണേലും നാളെ തിയേറ്ററുകളിൽ നമ്മൾ പോകുമ്പോൾ എങ്ങനെയായിരിക്കാമെന്നുള്ളത് നമുക്കൊന്ന് കണ്ടറിയാം. എന്താണെങ്കിലും ആദ്യ പ്രതികരണം മികച്ച് തന്നെ നിൽക്കുന്നു എന്നുള്ളത് തന്നെയാണ്. എന്താണേലും മികച്ച രീതിയിൽ തന്നെ ആയിരിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ്. ഈ ഒരു പ്രിവ്യൂ ഷോയിൽ കിട്ടിയ അതേ രീതിയിലുള്ള റെസ്പോൺസുകൾ നാളെ വരട്ടെ. കാരണം അത്രത്തോളം ഇഷ്ടപ്പെടുന്ന സിനിമ ആയതുകൊണ്ട്. നമ്മുടെ വീഡിയോസ് ഇഷ്ടമായി സപ്പോർട്ട് ചെയ്യണം. താങ്ക് യു ബ്രോസ്.